വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നയിക്കുന്നവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 32 അധ്യായം 12 വാക്യം. യഹോവ തനിയെ അവനെ നടത്തി, അവനോട് കൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. കർത്താവ് നമ്മെ നയിക്കുന്ന ശക്തനായ ദൈവമെന്ന് നമ്മൾ സന്തോഷത്തോടെ പാടുന്നു. തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവൻ നമ്മെ നയിക്കുന്നു. നമ്മുടെ കൈപിടിച്ച് നീതിയുടെ പാതയിലൂടെ നമ്മെ നയിക്കുന്നു. ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നവരെ പോലും കർത്താവ് നയിക്കുന്നു. ഏലിയാവിനെ നോക്കൂ. ആശ്വാസത്തിനോ പിന്തുണയ്ക്കോ അരികിൽ ആരുമില്ലാതെ അവൻ ഏകാകിയായി നിന്നു. എന്നിട്ടും ഏലിയാവ് കർത്താവിന്റെ കൈകളിൽ തന്നെ ഏൽപ്പിക്കുകയും ദിവ്യ മാർഗനിർദ്ദേശത്തിനായി അവന്റെ സന്നിധിയിൽ കാത്തിരിക്കുകയും ചെയ്തു. ദൈവം അവനെ എത്ര അത്ഭുതകരമായി നയിച്ചുവെന്ന് നോക്കൂ. ക്ഷാമകാലത്ത് കാക്കകൾ എല്ലാ ദിവസവും അവന് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നു. അവന് കെരീത് തോട്ടിൽ നിന്ന് കുടിച്ചു. പിന്നീട് അവനെ അത്ഭുതകരമായി പോറ്റാൻ കർത്താവ് സാരെഫാത്തിൽ ഒരു വിധവയെ നിയമിച്ചു. ഓരോ ദിവസവും ദൈവത്തിന്റെ അത്ഭുതങ്ങളാൽ നിറഞ്ഞിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കൈകൾ പൂർണ്ണമായും കർത്താവിന്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ നിങ്ങളെയും നിങ്ങളുടെ മുഴുവൻ കുടുംബത്തെയും ആർദ്രമായ പരിചരണയോടെ നയിക്കും. നോഹയെയും കുടുംബത്തെയും പെട്ടകത്തിൽ സംരക്ഷിച്ച് നാശത്തിൽ നിന്ന് രക്ഷിച്ചത് അവനല്ലേ? കൊർന്നല്യോസും കുടുംബവും കർത്താവിൽ വിശ്വസിച്ചപ്പോൾ അവൻ അവരെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലും സ്വർഗീയ അനുഗ്രഹങ്ങളാലും നിറച്ചും. നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുക. അവൻ തീർച്ചയായും നിങ്ങളെ അത്ഭുതകരമായി നയിക്കും. ഏകദേശം 20 ലക്ഷം ആളുകളെ, മുഴുവൻ ഇസ്രായേൽ ജനതയും മരുഭൂമിയിലൂടെ നയിക്കാൻ അവൻ ശക്തനായിരുന്നു. സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കർത്താവ് സുരക്ഷിതമായി നയിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ 6 ലക്ഷത്തിലധികം യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആകെ 24 ലക്ഷത്തിലധികം ആളുകൾ. മരുഭൂമിയിൽ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകുന്നത് ഏതൊരു മനുഷ്യനും അസാധ്യമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ തന്റെ ജനത്തെ നയിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഒന്നും വളരെ ബുദ്ധിമുട്ടുള്ളതല്ല. അവന്റെ കൈ കുറഞ്ഞിട്ടില്ല. അവൻ അവരെ ദിവസേന സ്വർഗത്തിൽ നിന്ന് മന്ന കൊണ്ട് പോറ്റി. അവരുടെ പാളയങ്ങളിലേക്ക് കാടകളെ കൊണ്ടുവന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും തന്റെ ശക്തമായ കൈകളാൽ അവൻ നയിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളുടെ കർത്താവ് ഒരിക്കലും മാറുന്നില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ തീർച്ചയായും നിങ്ങളോടൊപ്പവും ഉണ്ടാകും. നിങ്ങളെ പടിപടിയായി നയിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 32 അധ്യായം 8 വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെഹെസ്കേൽ 40-41 അധ്യായങ്ങൾ, വൈകുന്നേരം 2 പത്രോസ് 3 അധ്യായം. ആമേൻ.